വിവാഹം കഴിഞ്ഞാൽ ഡിവോഴ്സ്. ഇത് എന്ത് നിബന്ധന? അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ ഈ കല്യാണം നടത്തുന്നത്? ആ ശിവായെ വിവാഹം കഴിക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞാ ഞാൻ എന്റെ ഞരമ്പ് മുറിക്കും. നന്ദിനി, പ്ലീസ് പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. ആ കത്തി താഴെ വെക്ക്. ഇല്ലമ്മ, എന്റെ ജീവിതം പൂർണ്ണമായി നശിക്കും. ആ ശിവായി അമ്മ കണ്ടിട്ടില്ലേ? ഒരു ദരിദ്രൻ, പഠിപ്പുമില്ല, ഈറിയ പഴയ വസ്ത്രങ്ങൾ വിട്ട് ഏത് ചേരിയിലേക്കാ എന്നെ കൊണ്ടുപോവാന്ന് ആർക്കറിയാം? ഇതെല്ലാം അറിഞ്ഞിട്ടും എന്നെ അവനോട് കല്യാണം കഴിപ്പിക്കാനാണോ നിങ്ങളെല്ലാം നോക്കുന്നത്? അച്ഛാ, എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? എന്തിനാ സ്വന്തം കൊച്ചുമോളുടെ ജീവൻ തന്നെ അപകടത്തിലാക്കുന്നത്? ഇന്ന് തന്നെ, ഈ നിമിഷം തന്നെ ഈ ബന്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കെതിരെ കേസ് ഫയൽ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഞാനും ഒരു കേസ് ഫയൽ ചെയ്താലോ നിനക്കെതിരെ? നന്ദിനിയുടെ അച്ഛൻ മരിക്കുന്നതിന് മുൻപ് പുറത്തു വന്ന സത്യം ഓർമ്മയുണ്ടോ? അത് വീണ്ടും പുറത്തു വരാൻ നീ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഈ വിവാഹത്തിന് നീ സമ്മതിക്കണം. നിന്റെ മകളെയും അതിന് തയ്യാറാക്കണം. ഈ കിളവന് ബുദ്ധിയില്ലേ? 101 ആൺകുട്ടികളുടെ വിവാഹാലോചനകളാ അയാൾ നിരസിച്ചത്. ഇയാൾ അയാളുടെ കൊച്ചുമകളെ ഒരിക്കലും വിവാഹം കഴിപ്പിക്കില്ലെന്നാ തോന്നുന്നത്. എന്ത് 100, 500 പേരെയെങ്കിലും നിരസിക്കട്ടെ. ഇത് സാധാരണ വൃദ്ധനല്ല. രാജ്യത്തെ ഏറ്റവും സമ്പന്നനായ വ്യക്തി, ബജാജ് ഇൻഡസ്ട്രീസിന്റെ ഉടമ മുകേഷ് ബജാജ്. അയാളുടെ കൊച്ചുമകളുടെ വിവാഹ ദിവസം ലോകം മുഴുവൻ നോക്കി നിൽക്കുക. മാഡം, ഇത്തവണ ഞാൻ നന്ദിനിക്കായി കൊണ്ടുവന്നിരിക്കുന്ന ആലോചനകള് നിങ്ങൾക്ക് ഉറപ്പായും ഇഷ്ടപ്പെടും. മുകേഷ് ബജാജ് തന്റെ കൊച്ചുമോളിനായി വന്ന ഏറ്റവും വലിയ പേരുകളെ പോലും നിരസിച്ചതോടെ അയാൾ യഥാർത്ഥത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് അറിയാൻ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നു. അച്ഛാ, ഇതൊന്ന് നോക്ക്. എന്റെ കൊച്ചുമോളിനായി ഇത്തരത്തിലുള്ള ആൺകുട്ടികളെയാണോ നീ കൊണ്ടുവന്നത്? പുറത്തേക്ക് പോ, ഇവിടെ നിന്ന് പോ. അച്ഛാ, എന്റെ മകൾ ഈ ജന്മത്തിൽ വിവാഹം കഴിക്കരുതെന്നാണോ നിങ്ങളുടെ ആഗ്രഹം? ഇത്രയും ആലോചനകൾ വന്നിട്ട് എന്തിനാ എല്ലാം നിങ്ങൾ നിരസിക്കുന്നത്? എന്താ പ്രശ്നം? ഇവരിൽ ഒരാളും നമ്മുടെ നന്ദിനിക്ക് യോജിച്ചവരല്ല. നന്ദിനിക്ക് അർഹനായ ഒരാളെ കണ്ടെത്തുമ്പോൾ മാത്രമേ അവളുടെ വിവാഹം നടക്കൂ. ഇവനും അർഹനല്ലേ? യശ് മൽഹോത്ര, മൽഹോത്ര ഇൻഡസ്ട്രീസിന്റെ ഏക അവകാശി. ഇതിനു മുന്നേ വന്ന ആൺകുട്ടി അടുത്ത മാസം ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആകാനിരുന്നവൻ. അതിനു മുൻപ് വന്നത് പ്രധാനമന്ത്രിയുടെ സഹോദരപുത്രൻ. ഹായ് ഗ്രാൻഡ്പാ. യെസ് ഡാർലിംഗ്. ഡൺ. അങ്ങനെയെങ്കിൽ എന്താ? മുകേഷ് ബജാജിന്റെ ഏക കൊച്ചുമോളാണ് നന്ദിനി. ലോകം അത്ഭുതത്തോടെ നോക്കുന്ന തരത്തിലുള്ള ഒരാളെ തന്നെയാ ഞാൻ അവൾക്കായി കണ്ടെത്തുക. എന്റെ മകൾക്കായി നിങ്ങൾ ഏത് രാജ്യത്തിലെ ഏത് രാജകുമാരനെ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയില്ല. നിനക്ക് ബുദ്ധിയുണ്ടോ ഇല്ലയോ? 1000 രൂപയുടെ ഷൂ ആണ് നീ നശിപ്പിച്ചത്. അങ്ങനെയല്ലേ ഏട്ടാ? സോറി ഏട്ടാ. വെളുത്ത ഷൂവിൽ ആരെങ്കിലും കറുത്ത പോളിഷ് ഇടുവോ? മനുഷ്യരല്ലേ, തെറ്റുകൾ സംഭവിക്കില്ലേ? അവൻ ചെറിയ കുട്ടിയല്ലേ. തെറ്റ് ചെയ്തിട്ട് ഇപ്പോ നീ എന്നോട് വാദിക്കാനും തുടങ്ങി അല്ലേ? വിട്ടേക്കേട്ടാ, ക്ഷമിക്കേ. ഇപ്പൊ നീ എന്നെ ഉപദേശിക്കാനായ? എന്നോട് സംസാരിക്കുമ്പോ പരിധി മനസ്സിലാക്കി സംസാരിക്കണം. നീയും ഈ കടയിൽ ഷൂ പോളിഷ് ചെയ്യുന്നവനല്ലേ? നിനക്ക് അവനോട് ഇത്ര സഹതാപം ഉണ്ടെങ്കിൽ ദാ ഈ ഷൂ നീ തന്നെ വൃത്തിയാക്ക്. ചെയ്യേ, വൃത്തിയാക്ക്. എന്തിനാ എന്റെ മുഖത്തേക്ക് തുറിച്ചു നോക്കുന്നേ? അകത്ത് പോ. മുകേഷ് ജി, നിങ്ങളിവിടെ എന്താ വേണ്ടത്? മിസ്റ്റർ ശിവായ്, ഞാൻ മുകേഷ് ബജാജ്, നഗരത്തിലെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ കമ്പനിയായ ബജാജ് കൺസ്ട്രക്ഷന്റെ ഉടമ. ശിവായ്, നിങ്ങൾ എന്റെ കൊച്ചുമോളായ നന്ദിനിയെ വിവാഹം കഴിക്കൂ പ്ലീസ്. ശരി, പക്ഷെ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? പിന്നെ നിങ്ങളുടെ കൊച്ചുമോൾ എന്നെ പോലെ ഒരു ഷൂ പോളിഷ് ചെയ്യുന്നവന് എന്തിനു വിവാഹം കഴിക്കണം? ഇതെല്ലാം ഇവിടെ എല്ലാവർക്കും മുന്നിൽ പറയാൻ പറ്റില്ല. എന്നോടൊപ്പം വരൂ പ്ലീസ്. ശിവായ്, നീ യഥാർത്ഥത്തിൽ ആരാണെന്ന് എനിക്കറിയാം. നീ എന്തിനാണ് ഷൂ പോളിഷ് ചെയ്യുന്നവനെ പോലെ ജീവിക്കുന്നതെന്നും എനിക്കറിയാം. എന്ത്? പക്ഷെ ഇതൊക്കെ നിങ്ങൾക്കെങ്ങനെ അറിയാം? ബാക്കിയെല്ലാം ദാ ഇതിലുണ്ട്. വിവാഹം കഴിഞ്ഞാൽ ഡിവോഴ്സ്. ഇതെന്ത് നിബന്ധന? അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കല്യാണം നടത്തുന്നത്? പിന്നെ എന്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എങ്ങനെ അറിയാം? വിവാഹം കഴിഞ്ഞാൽ എല്ലാം നീ അറിയും. തന്റെ രഹസ്യം മറയ്ക്കാൻ ശിവായ്ക്ക് ഈ വിവാഹത്തിന് സമ്മതിക്കേണ്ടി വന്നു.
മുകേഷ് ബജാജ് ഈ വിവാഹകാര്യം നന്ദിനിയുടെ അമ്മ രേഖയോട് പറഞ്ഞപ്പോൾ ബജാജ് മാൻഷൻ മുഴുവൻ കലാപമായി. കോടികളുടെ ഉടമകളായ നമ്മൾ ഒരു ഷൂ പോളിഷ് ചെയ്യുന്നവരുമായിട്ട് നിങ്ങൾ നിങ്ങളുടെ കൊച്ചുമോളുടെ വിവാഹം ഉറപ്പിച്ചോ? ഞാൻ ചെയ്യുന്നതെല്ലാം നന്നായി ആലോചിച്ചിട്ടാ. നന്ദിനിയുടെ വിവാഹം മറ്റാരോടുമല്ല, ആ ശിവായി എന്ന ഷൂ പോളിഷ് ചെയ്യുന്നവനോടെ നടക്കൂ. ഈ വിവാഹം വളരെ പ്രധാനപ്പെട്ടതാ. ഈ വിവാഹത്തിന് ശേഷം നന്ദിനിയുടെ ജീവിതം ഒരു രാത്രിയിൽ തന്നെ മാറും. മാറില്ല, നശിക്കും, എല്ലാം തകർന്നു പോകും. അച്ഛാ, നിങ്ങൾക്ക് എന്താ ഇത് മനസ്സിലാവാത്തത്? ശരി, നിങ്ങളൊന്നും ചെയ്യലെങ്കിൽ ഞാൻ എന്റെ മമ്മിയോട് സംസാരിക്കും. മമ്മി മമ്മി, ഈ അച്ഛൻ പറയുന്നത് കേട്ടില്ലേ? ദയവേത് അദ്ദേഹത്തെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക്. ഈ വിവാഹം നടക്കേണ്ടത് അനിവാര്യമാണ്. ഞാൻ നമ്മുടെ പൂജാരിയെ കൊണ്ട് അവരുടെ ജാതകങ്ങൾ നോക്കിച്ചു. ആ ചെക്കൻ നന്ദിനിയുടെ ജീവിതത്തിലേക്ക് വരുന്നത് യാദൃശ്ചികമല്ല. ഈ ബന്ധം ദൈവം തന്നെ തീരുമാനിച്ചതാ. മമ്മി, നിങ്ങൾ എന്താ പറയുന്നത്? ജാതകത്തിൽ എഴുതിയതെല്ലാം നമ്മൾ അംഗീകരിക്കണോ? ശരി, നിങ്ങൾ പോലും എനിക്ക് പിന്തുണ നൽകുന്നില്ലെങ്കിൽ ശരി, ഈ വിവാഹത്തിൽ നിന്ന് എന്റെ മകളെ ഞാൻ ഒറ്റയ്ക്ക് രക്ഷിക്കും. ആ ശിവായിയെ വിവാഹം കഴിക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞാ ഞാൻ എന്റെ ഞരമ്പ് മുറിക്കും. നന്ദിനി, നന്ദിനി, പ്ലീസ് പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. ആ കത്തി താഴെ വെക്ക്. ഇല്ലമ്മ, എന്റെ ജീവിതം പൂർണ്ണമായി നശിക്കും. ആ ശിവായി അമ്മ കണ്ടിട്ടില്ലേ? ഒരു ദരിദ്ര, പഠിപ്പുമില്ല, കീറിയ പഴയ വസ്ത്രങ്ങൾ വിട്ട് ഏത് ചേരിയിലേക്ക് എന്നെ കൊണ്ടുപോവാന്ന് ആർക്കറിയാം? ഇതെല്ലാം അറിഞ്ഞിട്ട് എന്നെ അവരെ കല്യാണം കഴിപ്പിക്കാനാണോ നിങ്ങളെല്ലാം നോക്കുന്നത്? ഇല്ല ഇല്ല നന്ദിനി, നീ എവിടെയും പോകണ്ട. വിവാഹത്തിന് ശേഷം ശിവായി നമ്മളോടൊപ്പം ഇവിടെ താമസിക്കും. നിന്റെ ആഡംബരങ്ങളൊന്നും വിട്ടു നൽകേണ്ടതില്ല. ഇല്ല, എങ്കിലും ഞാൻ അവരെ വിവാഹം കഴിക്കില്ല. മുത്തച്ഛൻ എന്നെ നിർബന്ധിച്ചാൽ ഞാൻ എന്റെ ജീവൻ തന്നെ അവസാനിപ്പിക്കും. സ്റ്റോപ്പ് ഇറ്റ്, സ്റ്റോപ്പ് ഇറ്റ്. ഒരു മിനിറ്റ്, ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. അച്ഛാ, എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? എന്തിനാ സ്വന്തം കൊച്ചുമോളുടെ ജീവൻ തന്നെ അപകടത്തിലാക്കുന്നത്? ഇന്ന് തന്നെ, ഈ നിമിഷം തന്നെ ഈ ബന്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കെതിരെ കേസ് ഫയൽ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഞാനും ഒരു കേസ് ഫയൽ ചെയ്താലോ? നിനക്കെതിരെ? നന്ദിനിയുടെ അച്ഛൻ മരിക്കുന്നതിന് മുൻപ് പുറത്തു വന്ന സത്യം ഓർമ്മയുണ്ടോ? അത് വീണ്ടും പുറത്തു വരാൻ നീ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഈ വിവാഹത്തിന് നീ സമ്മതിക്കണം. നിന്റെ മകളെയും അതിന് തയ്യാറാക്കണം. മുകേഷ് ബജാജ് പറഞ്ഞ ഈ ഒരൊറ്റ മുന്നറിയിപ്പ് രേഖയെ പൂർണ്ണമായും മൗനത്തിലാക്കി. അവൾ നന്ദിനിയെയും കൂട്ടി അവിടെ നിന്ന് പോയി. എന്താ ഇവിടെ നടക്കുന്നത്? സമയാവുമ്പോ രേഖയോട് എല്ലാം ഞാൻ പറയും. ആദ്യം ഈ വിവാഹം നടക്കട്ടെ. ഇനി ഈ വിവാഹം തടയാൻ ആർക്കും കഴിയില്ല. വിവാഹത്തിന്റെ യഥാർത്ഥ സത്യം അറിയാതെ രേഖയും നന്ദിനിയും സമ്മതം മൂളി. വിവാഹ ദിനം അടുത്തു വന്നു. പക്ഷേ അതുവരെ നന്ദിനി ഒരിക്കൽ പോലും ശിവായിയെ നേരിൽ കണ്ടിരുന്നില്ല. ഈ കാര്യം ശിവായിയെ ഉള്ളിൽ നിന്ന് തകർക്കുകയായിരുന്നു. നാളെ ഞങ്ങളുടെ വിവാഹം, പക്ഷെ ഞങ്ങൾ ഇതുവരെ ശരിക്കും സംസാരിച്ചിട്ട് പോലുമില്ല. എന്റെ കോളിനും മെസ്സേജിനും അവള് മറുപടി പോലും തരുന്നില്ല. നന്ദിനി എന്നെ സ്വീകരിക്കാൻ തയ്യാറില്ലെന്ന് പോലെ എനിക്ക് തോന്നുന്നത്. വിവാഹം നടന്നാ മതി, നന്ദിനി നിന്നെ സ്വീകരിക്കും. നിങ്ങൾ എന്താ പറയുന്നത്? നന്ദിനി സ്വന്തം ഇഷ്ടപ്രകാരം വിവാഹം കഴിക്കുകയാണെന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്? പക്ഷെ ഇപ്പൊ കേൾക്കുമ്പോ നിങ്ങൾ അവളെ നിർബന്ധിക്കുകയാണെന്നാ തോന്നുന്നത്. നിർബന്ധിച്ചാ എന്താ? ഇത് എന്റെയും എന്റെ കൊച്ചുമോളുടെയും ഇടയിലുള്ള കാര്യമാ. നീ ഇടപെടണ്ട. മുകേഷ് ജി, എന്റെ കുടുംബത്തിന്റെ സമ്മർദ്ദം കൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുക. അല്ലാതെ ഞാൻ അശക്തനായതുകൊണ്ടാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഓഹോ, ഇത്രയ്ക്ക് അഹങ്കാരോ? ശരി, എങ്കിൽ നീ വിവാഹം വേണ്ടെന്ന് വെച്ചോ. പക്ഷെ പിന്നെ നീ ഒരു ഷൂ പോളിഷ് ചെയ്യുന്നവനല്ല. യഥാർത്ഥത്തിൽ നീ മറ്റൊരാളാണെന്ന് ഞാൻ എല്ലാവരോടും പറയും. മുകേഷ് ബജാജ് അങ്ങനെ ഒരു വല വിരിച്ചിരുന്നത് കൊണ്ട് അതിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാനായില്ല. അടുത്ത ദിവസം മനസ്സില്ലാ മനസ്സോടെ ബജാജ് കുടുംബത്തിലെ ഏക മകൾ ഷൂ പോളിഷ് ചെയ്യുന്ന ശിവായിയെ വിവാഹം കഴിച്ചു. ഇപ്പോഴെങ്കിലും പറയ്, എന്തിനാ ഞങ്ങൾ ഇരുവരെയും ഈ ബന്ധത്തിൽ നിങ്ങൾ പെടുത്തിയത്? എന്റെ ജീവിതം നശിപ്പിച്ച് നിങ്ങൾക്ക് എന്താ ലഭിച്ചത്? മോളെ, ഞാൻ ഈ വിവാഹം നടത്തിയത് കാരണം
എന്താ നടക്കുന്നത്? മുത്തച്ഛ, എന്തു പറ്റി? ശിവായ്, ശിവായ് എന്തെങ്കിലും ചെയ്. എന്താ സംഭവിക്കുന്നത്? എഴുന്നേൽക്ക് മുത്തച്ഛ, പ്ലീസ് എഴുന്നേൽക്ക്. നന്ദിനി, നിന്റെ മുത്തശ്ശൻ ഇനിയില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ മരണത്തിന് പിറ്റേ ദിവസം മുതൽ തന്നെ ശിവായിയുടെ ദുർദിനങ്ങൾ തുടങ്ങി. നന്ദിനിയും അവളുടെ അമ്മയും അവനെ തുടർച്ചയായി അപമാനിച്ചു. ചിലപ്പോൾ ശിവായിയെ പാത്രം കഴുകിപ്പിച്ചു, ചിലപ്പോൾ നിലം തുടപ്പിച്ചു. ഒരു ദിവസം നന്ദിനിയുടെ പഴയ കോളേജ് സുഹൃത്ത് റിയ വീട്ടിലെത്തി. നന്ദിനി, വീട്ടിലെ പുതിയ ജോലിക്കാരനെ വെച്ചോ? എന്താ? നന്ദിനിയുടെ ഭർത്താവോ? നന്ദിനി, നീ വീട്ടിലെ ജോലിക്കാരനെ ആരും അറിയാതെ വിവാഹം കഴിച്ചോ? വെരി ഫണ്ണി. എന്റെ വിധിയെ കളിയാക്കുന്നത് നിർത്ത്. ഈ ദരിദ്രനോട് നിനക്ക് ഡിവോഴ്സ് വാങ്ങിക്കൂടെ? എന്റെ മുത്തച്ഛന്റെ നിബന്ധനയാ അത്. എനിക്ക് ഇവനോട് ഡിവോഴ്സ് വാങ്ങാൻ പറ്റില്ല. അതിവിടെ ഇതൊക്കെ വരുത്തി വെച്ച് മുത്തച്ഛൻ പോയി. കമ്പനിയുടെ അവസ്ഥയാണെങ്കിൽ പറയണ്ട, അത്രയും മോശമായ അവസ്ഥയോ. എനിക്ക് അടിയന്തരമായിട്ട് 5 കോടി രൂപ വേണം. അയ്യോ, അങ്ങനെയെങ്കിൽ യഷിനോട് സംസാരിക്ക്. നിനക്ക് ഓർമ്മയില്ലേ, നമ്മുടെ കോളേജിലുണ്ടായിരുന്നു. ഇപ്പൊ അവൻ ഇൻഡസ് ഗ്രൂപ്പിന്റെ ഉടമയല്ലേ. നിന്റെ കോളേജ് കാലം മുതൽ അവന് നിന്നോടൊരു ക്രഷ് ഉണ്ടായിരുന്നു, ഓർമ്മയില്ലേ? റൈറ്റ്. മുമ്പും ചെറിയ കാര്യങ്ങളിൽ യാഷ് നന്ദിനിയെ സഹായിച്ചിരുന്നു. കാര്യമെന്തെന്നാൽ സഹായത്തിന്റെ മറവിൽ യാഷ് അവളോട് ഫ്ലേർട്ട് ചെയ്യുന്നതും അവന് അവളോട് തെറ്റായ ഉദ്ദേശമുള്ളതും നന്ദിനിക്ക് അറിയാമായിരുന്നു. പക്ഷേ തന്റെ കരിയർ മുന്നോട്ടു പോകാൻ ആ സഹായം ആവശ്യമായതിനാൽ അവൾ അതെല്ലാം അവഗണിച്ചു. യാഷുമായുള്ള മീറ്റിംഗ് ഫിക്സ് ആയ ദിവസം ശിവായി തന്നെയാണ് അവളെ കാറിൽ ഓഫീസിലേക്ക് കൊണ്ടുപോയത്. ഹലോ നന്ദിനി, നീ എന്താ ഇത്ര വൈകിയേ? കുഴപ്പമൊന്നുമില്ലല്ലോ, ഓൾ ഓക്കെ? ഓൾ ഓക്കെ. ഐ എം സോ സോറി, ട്രാഫിക്കിൽ കുടുങ്ങിയതാ. കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. വരൂ. അതിരിക്കട്ടെ, ഇവരാര്? നിന്റെ ഡ്രൈവറാണോ? ഞാൻ നന്ദിനിയുടെ ഭർത്താവാ, ശിവായി. ഓ, ഭർത്താവോ? ഹസ്ബൻഡ്? ഹായ്, ഐ എം സോറി ശിവായ്. നന്ദിനി വിവാഹം കഴിച്ചത് എനിക്ക് അറിയില്ലായിരുന്നു. അതിരിക്കട്ടെ, നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നു? എന്താണ് ബിസിനസ്? സത്യത്തില് എനിക്ക് ജോലിയില്ല. ഞാൻ അങ്ങനെ അധികം പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ ദരിദ്രന് നന്ദിനിയെ പോലെ ഒരു പെൺകുട്ടിയെ കിട്ടിയല്ലോ. വാവ്. എങ്കിലും എനിക്ക് തന്നെയാ ഗുണം. അവളെ വശീകരിക്കാൻ ഇയാളെ കുറച്ച് പണം കാണിച്ചാൽ മതി. അയ്യോ, അത് കുഴപ്പമില്ല. നന്ദിനിക്കായി ഇത്രയെങ്കിലും ചെയ്യാൻ എനിക്ക് കഴിയില്ലേ? ഞങ്ങളുടെ കമ്പനിയിൽ ഒരു ഒഴിവുണ്ട്. പറയൂ, നീ ജോലി ചെയ്യോ? പേടിക്കണ്ട, നീ നന്ദിനിയുടെ ഭർത്താവല്ലേ. നിനക്ക് നല്ലൊരു ജോലി ഞാൻ തരാം. ഓ ഷിറ്റ്, ഞാൻ സോറി നന്ദിനി. എനിക്കിപ്പോ ഒരു അത്യാവശ്യ മീറ്റിംഗ് ഉണ്ട്, അതിന് പോയേ പറ്റൂ. നമുക്ക് നാളെ കാണാം. ശരി, ബൈ ബൈ. ശിവായ് ഏക് വിനാശക് എല്ലാ എപ്പിസോഡുകളും കേൾക്കാൻ പോക്കറ്റ് FM ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.